നാക്കിനെല്ലെങ്കിൽ ഏത് വമ്പൻ്റെയും ഭാവി തൊലയും. അതിനിപ്പോൾ ഒരു ഉദാഹരണമായി മാറിയിരിക്കുകയാണ് PC ജോർജ്. അദ്ദേഹം വളരെ 40 വർഷത്തെ പാരമ്പര്യമുള്ള, അതോടൊപ്പം രാഷ്ട്രീയ കുതുകിയായിട്ടുള്ള, രാഷ്ട്രീയത്തിൽ പാരമ്പര്യമുള്ളൊരു പൊളിറ്റീഷ്യൻ. അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടാൽ ഒരു രാജ്യത്തിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന വാക്കുകളാണ്. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ, ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത്, എല്ലാ മുസ്ലിങ്ങളും ഇന്ത്യ വിട്ടു പോകണം, പാകിസ്ഥാനിലേക്ക് പോയിക്കോളൂ, അവരെല്ലാം മത തീവ്രവാദികളാണ്, അല്ലെങ്കിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. അത് അദ്ദേഹം പറഞ്ഞ മറുപടി എന്നോണമാണ് പറഞ്ഞെങ്കിൽ പോലും അത് പറയുമ്പോൾ അദ്ദേഹം അല്പമെങ്കിലും നമ്മുടെ രാജ്യം ഇന്ത്യയാണെന്നും, നമ്മളൊരു മതനിരപേക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ അഖണ്ഡതയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രമാണെന്നും, ഇവിടെ ഒരുപാട് മതസ്ഥർ ജീവിക്കുന്ന രാഷ്ട്രമാണെന്നും ഒരു വട്ടം പോലും അദ്ദേഹം ഓർക്കാതെയാണ് അങ്ങനെ വിളിച്ചു കൂവിയത്. നാക്കിനെല്ലെന്ന് കരുതി ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ? സാറിന് എന്താണ് പറയാനുള്ളത്? PC ജോർജിനെ സംബന്ധിച്ചോളം നമുക്ക് വളരെയധികം രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ പലരും സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഏതാണ്ട് കഴിഞ്ഞ 40 വർഷമായിട്ട് അദ്ദേഹം പൂഞ്ഞാറിൻ്റെ MLA ആണ്. വളരെ ജനകീയനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വായിക്കില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഏറ്റവും നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എന്തും അദ്ദേഹം തുറന്നു പറയും. ആരെ പണ്ട് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ചീഫ് വിപ്പ് ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ ചീത്ത പറയും, KM മാണിയെ ചീത്ത പറയും, അതൊക്കെ ഓക്കെ. പക്ഷെ ഇത് നമ്മുടെ മതസൗഹാർദ്ദത്തെ, കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഏത് മതസ്ഥരായാലും, ബുദ്ധമതസ്ഥരായാലും ഏത് മതസ്ഥരായാലും മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേക രീതിയൊക്കെ പുള്ളി പറയുന്നത് വളരെ വളരെ വെച്ചാൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പോലും അദ്ദേഹത്തെ തള്ളി പറയുന്നതാണ്. കാരണം ഒരിക്കലും അദ്ദേഹം അവരെ ഇന്ത്യ വിട്ടു പോവുക, അല്ലെങ്കിൽ അവരോട് പാകിസ്ഥാനിലേക്ക് പോകുക, മലപ്പുറത്തുള്ള ഒരു TV കാണുമ്പം ക്രിക്കറ്റ് കളി കണ്ടു കഴിഞ്ഞാൽ എന്നാ പറയുന്നത്, ക്രിക്കറ്റിലെ പാകിസ്ഥാൻ ജയിച്ചാൽ അവർ കൈയടിക്കും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അദ്ദേഹം ഒരു രാഷ്ട്രീയ പാരമ്പര്യം, അത്രയും തടക്കം ചെന്നൊരു നേതാവാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്ന പല അവസരങ്ങളും നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഈ നാക്കിന്റെ എല്ലുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ BJP-ക്കാർ പോലും ആഗ്രഹിച്ച് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പത്തനംതിട്ട മത്സരിക്കുന്ന ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലും ആ സീറ്റ് പോലും അദ്ദേഹത്തിന് കിട്ടാത്ത പലരുമായിട്ടുള്ള ഏത് മുന്നണിയായാലും, UDF-ലായാലും അദ്ദേഹത്തിന് എതിരാളികളുണ്ട്, LDF-ൽ എതിരാളിയുണ്ട്, BJP-ലായാലും ഇപ്പൊ അദ്ദേഹത്തിന്റെ ഈ വഴിവിട്ട നാക്കുകൾ BJP പോലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് യാതൊരു തോന്നലും ഇല്ല. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പം ശരി പറഞ്ഞ കറക്റ്റാണ്, നമ്മുടെ വായാണ് നമ്മളെ ഏറ്റവും ചീത്തയാക്കുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഇതിൽ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ വളരെ നോക്കിയും കണ്ടും വേണം അവരുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ശരിയല്ലേ? അതെ. കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു വാർത്ത, ഒരു പ്രമുഖ ചാനലിന്റെ സമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു രാജ്യത്തെയാണ് അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ട് പറഞ്ഞതിനെ തിരിച്ചിപ്പോൾ അച്ഛനെ വിളിക്കുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് വിളിക്കുക, അങ്ങനെയൊക്കെ അദ്ദേഹത്തെ വിളിച്ചെന്നെ തിരിച്ചു വിളിക്കുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. ഒരു കൂട്ടം ന്യൂനപക്ഷ ആൾക്കാരെ, ഒരു മതസമുദായത്തിൽപ്പെട്ട ആൾക്കാരെ അവരിങ്ങനെയാണ് ഇടത്തോട്ട് മുണ്ടെടുക്കുന്നത്. തമിഴന്മാർ മുണ്ടെടുക്കാറില്ലേ? പിന്നെ ഇവർക്ക് മാത്രം എന്നാണ് ഇത്ര പ്രത്യേകത? ഇവര് രാജ്യം ദ്രോഹികളാണ് എന്ന് അടച്ചാക്ഷേപിക്കുക. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾ ഒരുപാട് ഭയപ്പോടെ ജീവിക്കുന്ന കുറേ മുസ്ലിംസ് നമുക്ക് പേഴ്സണലി അറിയാം സാർ. വെറുതെ കൊണ്ടല്ല, മുസ്ലിം ആയതുകൊണ്ട് മാത്രമോ നിങ്ങൾ മുസ്ലിം ആണല്ലേ, നിങ്ങളിപ്പോൾ രാജ്യദ്രോഹി, ആ ഒരു കണ്ടീഷനിലേക്ക് ഇപ്പോൾ കേരളത്തിലില്ല എങ്കിൽ പോലും നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ പേടിച്ചിട്ടാണ് മുസ്ലിംസ് ജീവിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഡൽഹിയിൽ പത്രപ്രവർത്തകയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മുസ്ലിം ആണോ എന്ന് കണ്ടു കഴിഞ്ഞാൽ, മുസ്ലിം അല്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. എന്നാൽ പിന്നെ ഈ പറഞ്ഞ മുസ്ലിം ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരു അവജ്ഞയോ ഒരു അകൽച്ചയോ ഒക്കെ കാണിക്കും. ആ ഒരു നമ്മുടെ കേരളത്തിൽ അതില്ലെന്ന് വെച്ചിട്ട് നോർത്ത് ഇന്ത്യയിലൊന്നും ഇല്ലാതില്ല. പക്ഷെ ഇതിന് ഒരു അറുതി വരുത്തേണ്ട സമയം അധികം ഒരിക്കലും നമ്മുടെ രാജ്യത്ത് അതൊരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ കേരളത്തെ പോലെ ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ, എല്ലാവരെയും ഒരു അപകടം വന്നാൽ ചേർത്ത് പിടിക്കുന്നവരാണ്. രാഷ്ട്രം നോക്കാതെ അല്ലെങ്കിൽ മതം നോക്കാതെ ചേർത്ത് പിടിക്കുന്നവരാണ് കേരളീയർ. അപ്പോൾ അങ്ങനൊരു നാട്ടിൽ നിന്നുകൊണ്ട് PC ജോർജിനെ പോലെ ഒരു വ്യക്തി ഇങ്ങനെ വിളിച്ചു കൂവിയത് തീർത്തും അരോചകമാണ്, തീർത്തും മോശമാണ്. അതൊരു തീർത്തും ശരിയായ ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം പറയുന്നത്, ഓപ്പോസിറ്റ് ഇരുന്ന ആളോട്, ഷക്കീർ എന്ന് പറഞ്ഞ വ്യക്തിയോട് അദ്ദേഹം പറയുന്നത്, നീയൊന്നും ഇവിടെ ജീവിക്കേണ്ടവനല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മതം ഇവിടെ കാണിക്കുന്നത് മുഴുവൻ വൃത്തികേടാണ്, നിങ്ങൾ അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് മറുപടിയായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്ത്യൻ യൂണിയനിൽപ്പെട്ട മുസ്ലിംസ് ആണ്, ഞങ്ങൾ പാകിസ്ഥാൻ മുസ്ലിംസ് അല്ല. പാകിസ്ഥാനിലെ മുസ്ലിം ഉണ്ട്, അത് അവരുടെ കാര്യം, നമ്മളത് ഇവിടെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹം ചോദിക്കുന്നത് 1947 മുമ്പ് പലവിധം ആൾക്കാരുണ്ടായിരിക്കാം. അതിനു മുമ്പ് ഇന്ത്യ വിഭജനം വന്നപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിംസ് ഉണ്ട്. പക്ഷേ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇരിക്കുന്ന മുസ്ലിം ഇന്ത്യ മുന്നണിയിൽപ്പെട്ട മുസ്ലിമാണ്, ഞങ്ങൾ ഇന്ത്യൻ മുസ്ലിംസ് ആണ്. അപ്പോൾ അതിനെയാണ് താങ്കൾ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത്. അപ്പോൾ തിരിച്ച് ഷക്കീറും പറയുന്നുണ്ട്, ഇതൊന്നും താങ്കളുടെ തറവാട് സ്വത്തല്ല, അല്ലെങ്കിൽ താങ്കളുടെ തറവാട് വകയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചാനൽ എന്തായാലും അത് ബീപ്പടിച്ചാണ് കേൾപ്പിച്ചത്. എന്തായാലും അദ്ദേഹം തിരിച്ച് മറുപടി നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും PC ജോർജ് അതിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇങ്ങനെ പറഞ്ഞത് വലിയ ഒരു ഗമയായിട്ടാണ് പലപ്പോഴും അദ്ദേഹം പല വേദികളിലും കാണുന്നത്. ഈ ഇങ്ങനെയുള്ള നാക്കിന് എല്ലില്ലായ്മ സംസാരിച്ചത് അത് എൻ്റെ ഒരു ഗമയായിട്ട്, അല്ലെങ്കിൽ ഞാൻ അത് വലിയൊരു മാന്യതയായിട്ട് അദ്ദേഹം കണക്കാക്കുന്നു. ഒരിക്കലും അതൊരു പ്രശംസാവഹമായ ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നമ്മൾ നോക്കണം. അദ്ദേഹം പറഞ്ഞു, എനിക്കാരെയും പേടിയില്ല, ഞാൻ എന്തും പറയും, എന്നെ 3 വിളിച്ചാൽ ഞാൻ 30 വിളിക്കും. പക്ഷെ അതൊരു തരം തെരുവ് നായ്ക്കൾ കാണിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഗുണ്ടകൾ കാണിക്കുന്ന ഒരു സ്വഭാവമാണ്. PC ജോർജ് എൻ്റെ അറിവിലൊരു ഗുണ്ടയല്ല.
അദ്ദേഹത്തിനും കയ്യൂക്കുണ്ട്, അദ്ദേഹം മാന്യനാണ്, അദ്ദേഹം സ്മാർട്ടാണ്, നല്ല ഫിസിക്കൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിംസിനെയോ അല്ലെങ്കിൽ വേറൊരു മതസ്ഥരെയോ അങ്ങനെ വിളിക്കേണ്ട ഒരു ആവശ്യം, ഒരു അധികാരം അദ്ദേഹത്തിന് ആരും കൊടുത്തിട്ടില്ല. PC ജോർജിനെ സംബന്ധിച്ചോളം PC ജോർജ് ഒരു ജനകീയനാണ്. അതെ. അതിലൊക്കെ നമ്മൾ ഉറപ്പാണ്. സമ്മതിച്ചു. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഈരാറ്റുപേട്ടെ തോക്കാനുള്ള ഒരു കാരണം മുസ്ലിങ്ങളെ കാരണമാണ് പുള്ളി പറയുന്നത്. കാരണം രണ്ട് മുന്നണികളെയും തോൽപ്പിച്ച് സ്വതന്ത്രനായിട്ട് അവിടെ ജയിച്ചതാണ്. 27,000 വോട്ടിനോളം അദ്ദേഹം നേടി. കഴിഞ്ഞ ഇലക്ഷന് മുമ്പിലത്തെ ഇലക്ഷന് അസംബ്ലി ജയിച്ചതാണ്. പ്രാവശ്യം പുള്ളി 8,000 വോട്ടിനാണ് തോറ്റിരിക്കുന്നത്. അത് മുസ്ലിം പ്രൊവിൻസിൽ നിന്ന് വന്ന വോട്ട് പുള്ളിക്ക് പോയി എന്നുള്ളതാണ്. പുള്ളിയുടെ സംബന്ധിച്ചുള്ള പുള്ളി എല്ലാവരുമായിട്ട് എതിർക്കും. ഏത് രാഷ്ട്രീയക്കാരും പുള്ളി എടുക്കാതിരിക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. പുള്ളി അവരുമായിട്ട് ഇപ്പോഴും പുള്ളിക്ക് പ്രത്യേക പൊസിഷൻ ഒന്നും എനിക്ക് തോന്നുന്നില്ല. BJP-യിലെ ഒരു സീനിയർ മെമ്പറാണ്. പക്ഷെ പുള്ളിയുടെ ഉള്ളിലൊക്കെ പലരും ഉണ്ടായിരിക്കും. പക്ഷെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാള്, ഇത്രയും വർഷത്തെ പാർലമെന്ററി ചരിത്രമുള്ള ഒരാൾ ഇങ്ങനെ പറയാവോ? പറയുന്ന എല്ലാവരും പുള്ളി എനിക്കൊന്ന് പത്തനംതിട്ട MP ആയിട്ട് ഉടക്കാണ്, അവിടുത്തെ ആൾക്കാരാണ്. എനിക്കൊന്നും പുള്ളി ഉടക്കാത്ത ആൾക്കാരില്ല. ഏത് രാഷ്ട്രീയക്കാർ പുള്ളി പറയുന്നതൊക്കെ കുറേയൊക്കെ സത്യം ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞേക്കുന്നതൊക്കെ നമുക്ക് ഒരു പരിധി അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പുള്ളി ചാനൽ ചർച്ചയിൽ ഇരുന്ന് എതിരാളിയോട് ഏതാണ്ടൊക്കെ മോശമായ രീതിയിൽ നിങ്ങൾ പാകിസ്ഥാനിൽ പൊക്കോ, അവിടെ പോയി ചാനലിന്റെ പേരൊന്നും പറയുന്നില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം അത് വളരെ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിനും അദ്ദേഹത്തിന്റെ മകനും ഒക്കെ വളരെ സജീവമായിട്ട് BJP പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് പോലും പ്രവർത്തിക്കുന്നതിന് ഒരു തടസ്സമായിട്ട് പുള്ളി വരുമെന്ന് എനിക്ക് സംശയമുണ്ട്. പുള്ളിയെ സംബന്ധിച്ചോളം പുള്ളി ഉദ്ദേശിച്ച ഒരു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. BJP കയറിയിട്ടും പുള്ളിക്ക് മത്സരിക്കാൻ പറ്റിയില്ല. 26 പുള്ളിക്ക് മത്സരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ പല ഇതിൽ നിൽക്കുന്നവർക്ക്. പക്ഷെ പുള്ളി പറയുന്നത് പുള്ളിക്ക് ഒന്നും പ്രശ്നമല്ല. പുള്ളി പണിയെടുക്കുന്നുണ്ട്, ജനകീയനാണല്ലോ. പുള്ളിയുടെ വീട്ടിൽ നമ്മളൊക്കെ പോയിട്ടുണ്ട്. പുള്ളിയുടെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ആൾക്കാരെ കാര്യങ്ങൾ ശാസ്ത്രത്തിനൊക്കെ വരുന്ന ഒരു ഈ ആരുടെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു ജനകീയനാണ് പുള്ളി. ആരോടും എന്തും വെട്ടി തുറന്നു പറയും. ആരെയും പുള്ളിക്ക് പ്രശ്നമല്ല. അതാണ് ഒരു തന്റേടിയായ രാഷ്ട്രീയക്കാരൻ, തുറന്നു പറയുന്ന തന്റേടി. പക്ഷെ ചില കാര്യങ്ങളൊക്കെ കൂടുതലായി പോകുന്നു. തീർച്ചയായിട്ടും. കാരണം ഒരു മ്ലേച്ഛതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തോന്നുന്നു. കാരണം പറയുന്ന ഭാഷയുടെ ഒരു സ്റ്റാൻഡേർഡ് വളരെ തീരെ താഴ്ന്നു പോവുകയാണ്. കാരണം ഒരു രാജ്യത്തെ മുഴുവൻ അപമാനിക്കലാണിത്. നമ്മളൊരു സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഖത്തറിലോ ആണ് ജീവിക്കുന്നതെങ്കിൽ അത് പ്രശ്നമില്ല. അവിടെ അവർക്ക് മുസ്ലിംസിന് പ്രാധാന്യം കൊടുക്കുന്നത് തീർച്ചയായിട്ടും അത് അവർ പറയുന്നുണ്ട്. അത് പബ്ലിക്കായിട്ട് അത് പറയുന്നുണ്ട്. ഇന്ന റിലീജിയനിൽപ്പെട്ട ആൾക്കാർക്ക് അവർ പ്രയോറിറ്റി കൊടുക്കും. പക്ഷേ ഇന്ത്യ മഹാരാജ്യം അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കേരളത്തിലിരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് ഇപ്പോൾ എനിക്കും സാറിനും പല എതിരഭിപ്രായങ്ങൾ ഉണ്ടാക്കി. എന്ന് വെച്ചാൽ ഞാൻ സാറിനെ മതം പറഞ്ഞ് അവഹേളിക്കുകയോ സാറിന്റെ കമ്മ്യൂണിറ്റിയെ പറഞ്ഞ് അവഹേളിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും ഒരു പൊതുപ്രവർത്തകന് ചേരുന്ന ഒരു കുപ്പായമല്ല. അല്ലെങ്കിൽ അതിന് പറ്റത്തില്ലെങ്കിൽ അതേ കുപ്പായ അടിച്ചിട്ട് വേറെ ഏതെങ്കിലും പണിക്ക് പോകണം. അല്ലാതെ ഇവിടെ വന്നിരുന്നുകൊണ്ട് ഞാൻ കേമനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വൃത്തികേട് വിളിച്ച് പറയുന്നത് ഒരിക്കലും ആശ്വാസകരമായിട്ടുള്ള കാര്യമല്ല. അത് കേൾക്കുന്ന വരും തലമുറയിലെ യുവജനങ്ങൾക്കൊരു പ്രേരകമാണ്. PC ജോർജിന് പറയാമെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊക്കെ പറഞ്ഞാൽ എന്നാ, കൂട്ടത്തിലിരിക്കുന്ന ആൾക്കാരോട് നീ മറ്റേ ജാതിയിലെ അല്ലേടാ, അതുകൊണ്ട് നീ അങ്ങ് പൊക്കോളോന്ന് ഇനി പറയാൻ മടിക്കില്ലെന്ന് ആര് കണ്ടു സാർ? അപ്പം അതിനൊക്കെ ഒരു അവസാനം അറുതി എന്തായാലും ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.